ഹലോ, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പൊ എല്ലാവർക്കും എന്റെ ചാനലിലോട്ട് സ്വാഗതം. അപ്പൊ എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താ സബ്ജക്റ്റ് എന്ന്. അതായത് നമ്മുടെ 24 ന്യൂസിലെ ശ്രീകണ്ഠനാർ ഷോയിലെ തമ്മിൽ തമ്മിൽ എന്നൊരു ചാനലിന്റെ ഒരു ടോപ്പിക് തന്നെയാണ് ഇന്ന് കൊടുക്കുന്നത് കേട്ടോ. എന്റെ അഭിപ്രായം കേട്ടോ, നമ്മുടെ അച്ഛനും അമ്മയും എല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ ഫാമിലീസും എല്ലാവരും ചേർന്ന് നമ്മുടെ പാരന്റ്സിന്റെ അനുഗ്രഹത്തോടെ നമ്മൾ കഴിക്കുന്ന കല്യാണത്തിനോടാണ് എനിക്ക് യോജിപ്പ് കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം അതാവണമെന്നില്ല, പക്ഷെ ഞാൻ എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം ഇവര് തമ്മിലുള്ള ഡിബേറ്റ് ഇതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇവര് സംസാരിക്കുന്ന ഒരു ക്ലിപ്പ് ഞാൻ കാണിച്ചു കേട്ടോ. അതായത് നമ്മുടെ പ്രശസ്ത സിനിമാ താരം ഉണ്ടല്ലോ, സിനിമ സീരിയലിലൊക്കെ അഭിനയിച്ച ബീന ആന്റണി, ആ ബീന ആന്റണിയുടെ ഹസ്ബൻഡ് രാഹുൽ ഈശ്വറിന്റെ വൈഫ്. ഇവരെ എനിക്ക് കൂടുതൽ നമ്മള് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട പരിചയം ഇവരെ എനിക്ക് കൂടുതൽ അറിയുള്ളൂ കേട്ടോ. മറ്റുള്ളവരെ എനിക്ക് ശരിക്കും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ ഇവിടെ രാഹുൽ ഈശ്വറും ബീന ആന്റണി ഇവിടുത്തെ കുറച്ച് ആൾക്കാരൊക്കെ നമ്മുടെ സാധാ മാരേജിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. മറ്റ് ഭാഷത്തിരിക്കുന്ന ആൾക്കാരാണ്, അതായത് ലിവിങ് ടുഗദർ എന്നൊരു കാറ്റഗറിനെ താല്പര്യപ്പെടുന്നവരും ഇഷ്ടപ്പെടുന്നവരും. അപ്പോൾ അവര് വേറെ മറ്റേ ടീം മെയിൻ ജഡ്ജായിട്ടിരിക്കുന്നവരാണ് നമ്മുടെ രാഹുൽ ഈശ്വർ പോലെയൊക്കെ സംസാരിക്കുക. അതായത് നല്ല രീതിയിലുള്ള മാരേജ്. അപ്പൊ എന്റെ അഭിപ്രായം നല്ല രീതിയിലുള്ള മാരേജ് ആണ് കേട്ടോ. ഇത് കണ്ടില്ലെങ്കിൽ കേരളം ഒഴിഞ്ഞു പോവും, കേരളം കാട് കയറും എന്നൊരു സത്യം ഉണ്ടാകും. നമ്മൾ മറക്കരുത്. നേരെയുള്ള വെല്ലുവിളിയാണ് തീർച്ചയായിട്ടും. ഈ പറഞ്ഞ കാര്യങ്ങളോട് സ്നേഹത്തോടുകൂടി എതിർക്കാണ്. ഒന്ന്, കല്യാണമില്ലെങ്കിൽ കുടുംബം ഉണ്ടാവില്ല. ഈ ഒരു വ്യവസ്ഥ വേണോ? ഒട്ടും ആവശ്യം. ലിവിംഗ് ടുഗദർ ആയിട്ട് എത്ര കാലമായി? നമ്മളിപ്പോ 4 വർഷമായി. അല്ല, ഇതൊരു MOU ഒക്കെ ഒപ്പിട്ട് മുന്നോട്ട് പോവാണോ അതോ പോകുന്നതാണ് ഏറ്റവും നല്ലത്? അല്ല, എന്തെങ്കിലും ഉണ്ടോ? ഒരു ഉടമ്പടി ഉണ്ടോ നിങ്ങൾ? ബാക്കിയുള്ളവരോടൊന്ന് അറിയട്ടെ അതെങ്ങനെ നടക്കുന്നുള്ളത്. തീർച്ചയായിട്ടും സർ, ഓരോരുത്തരും ഇൻഡിവിജ്വൽസ് ആണ്, ഓരോ വ്യക്തികളാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ഞാൻ പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് അവരുടെ അഭിപ്രായം പറയാൻ ചാൻസ് കിട്ടിയാൽ പോലും തകർന്നു പോകുന്ന ഒരു സംവിധാനമാണ് ഈ വിവാഹം. സ്ത്രീകൾക്ക് അതൊക്കെ പഴയ കാലമല്ലേ? ഇപ്പോഴും സാറെ സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ രാത്രിയിൽ പാമ്പ് വരും, ആരെ കൊല്ലാൻ വന്നതുപോലെ, അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുക്കും. അല്ല, നമ്മളിപ്പോ 5 പാമ്പിനെ കയറ്റിയല്ലോ, ഇപ്പൊ UP ഒരുത്തൻ പാമ്പിനെ കയറ്റി. അതൊരു ലേഡിയാ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആര് ചെയ്യുന്നു എന്നുള്ളതല്ല. ഇപ്പം വിവാഹമില്ലെങ്കിൽ കുടുംബമില്ല എന്ന് പറയുന്നത് ഇത്രയും കാലത്തെ ഈ നാട് മുടിഞ്ഞു പോകുന്ന രാഹുൽ, അത് ന്യായമാണ്. പക്ഷേ വിവാഹമില്ലാതായാലാണ് കുടുംബമില്ലാതാകുക എന്ന് പറയുന്നത് ഇത്രയും കാലത്തെ മനുഷ്യരുടെ മുഴുവൻ ചരിത്രത്തെ റദ്ദ് ചെയ്യാണ്. ഈ വിവാഹം എന്നാ ഉണ്ടായത്? ഈ ടെക്സ്റ്റൈൽ ഷോപ്പുകാരും ജ്വല്ലറി ഷോപ്പുകാരും കൂടിയല്ലേ സാറേ ഈ വിവാഹമൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്? മനുഷ്യന്മാർ തമ്മിൽ സ്നേഹത്തോട് അതാണ് പറയാൻ ശ്രമിച്ചത്. ഇതുപോലുള്ള കല്യാണങ്ങൾ, ഇത് 2 പേര് തമ്മിലുള്ള വിവാഹത്തിൽ 2 കുടുംബങ്ങളുടെ ബാങ്ക് ബാലൻസ് മുഴുവൻ, സ്വത്ത് മുഴുവൻ ഇല്ലാതായി പോകുന്ന ഒരു വൃത്തികെട്ട സംവിധാനമാണ് ഇപ്പം വിവാഹം. പറഞ്ഞേക്കണേ അതിനെ കുറിച്ച് ഒരു അഭിപ്രായം. വിവാഹം വേണ്ട എന്നുള്ളത് തന്നെയാണ് എന്റെ കൺസെപ്റ്റ്. ഞാനൊരു സോഷ്യൽ ആക്ടിവിറ്റി ചെയ്യുന്ന, ജെൻഡർ ക്രൈസിസിലും ഫാമിലി ക്രൈസിസിലും വരുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അവരുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ കാണുന്നത് ഒരു മിഡിൽ ലെവൽ എന്ന് വെച്ചുള്ള ആ ഒരു ഇതാണ്. അതിന് താഴെ കുറെ ആൾക്കാര് ഈ വിവാഹം എന്താന്ന് പോലും അറിയാതെ വിവാഹം കഴിച്ചിട്ട് കഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. അത് ആ 2 വ്യക്തികൾ മാത്രമല്ല, അതിന്റെ ചുറ്റിനും നിൽക്കും. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഫാമിലീസ് ആയാലും ആൺകുട്ടികളായാലും ശരി, ഇത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇത് കുറച്ച് കാലത്തൊക്കെയാണ് വിവാഹം കഴിച്ചു കഴിഞ്ഞാലുള്ളൊരു ഒരു സ്നേഹവും ഇതൊക്കെ ഉണ്ടാവുള്ളൂ. റെസ്പെക്ട് ഇല്ലാതെ, പരസ്പരം റെസ്പെക്ട് ഇല്ലാതെ, ഒട്ടും റെസ്പെക്ട് ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു കുടുംബം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി കാലില് കല്ല് കെട്ടി വെച്ച് ജീവിക്കുന്നത് പോലെ ജീവിക്കുന്നത് എന്തിനാണ്? അവനവന്റെ സ്വാതന്ത്ര്യം. അല്ല, അതുകൊണ്ട് ഇപ്പൊ ഞങ്ങള് തമ്മിൽ പ്രശ്നം ഉണ്ടാവില്ല. ഒരു താലി കെട്ടി കുറച്ച് ആളുകളെ വിളിച്ചതിന് സാക്ഷ്യം വഹിച്ചു എന്നതൊഴിച്ചാൽ കല്യാണത്തിന്റെ കാര്യം കഴിഞ്ഞു. പിന്നെ മനസ്സുകൊണ്ടാണ് നമ്മുടെ സ്നേഹം. ഇപ്പൊ എന്റെ ഭാര്യയുടെ കഴുത്തിൽ താലി പോലും ഇല്ല,
പണ്ടൊക്കെ ഭർത്താക്കൾ അത് അവൾക്ക് വർക്കിനൊക്കെ നമ്മുടെ പോകുമ്പോൾ ആർട്ടിസ്റ്റുകളുടെ ലൈഫ് അല്ല സർ, ആർട്ടിസ്റ്റുകളുടെ ലൈഫില് താലി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ 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 നമ്മുടെ മാറോട് ചേർത്ത് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല. ഓരോ ക്യാരക്ടറിനും നമുക്ക് പല പല ഇതാണ്. അപ്പൊ അത് നമ്മള് ഭദ്രമായി. പക്ഷെ അതിപ്പോൾ നടക്കാന്ന് പറഞ്ഞാൽ ആരും എനിക്ക് തോന്നുന്നു പണ്ടത്തെ ആൾക്കാരാണെന്ന് തോന്നുന്നു കൂടുതലും അതൊക്കെ ഭയങ്കര താലൂര്. അങ്ങനെയായിരുന്നു. പക്ഷെ ഞാനൊന്നും ഈ ലേഡീസ് നമ്മള് ഉത്തമയ ഭാര്യമാരൊക്കെ രാവിലെ എഴുന്നേറ്റിട്ട് താലിയെടുത്ത് രണ്ട് കണ്ണുകളിൽ കാണിക്കുക, പിന്നെ ഭർത്താവിന്റെ പാദങ്ങളിൽ തൊട്ട് അവര് ജീവിതത്തില് പണ്ടത്തെ ഭാര്യമാര് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതായത് താലി എടുത്ത് ഇങ്ങനെ കാണിക്കുക, പിന്നെ ഇവിടെ സിന്ദൂരം ലൈസൻസ് അത് എവിടെ കാണുമ്പോഴും അത് വേണമല്ലോ. എല്ലാ പണ്ട് ധാരണയുണ്ട് ഈ സിന്ദൂരമൊക്കെ പോയി കഴിഞ്ഞാൽ ഭർത്താവ് തട്ടിപ്പോവും, ഈ താലി ഊരി കഴിഞ്ഞാൽ ഇങ്ങനെ തട്ടിപ്പോവും. ഇന്നിപ്പോ അതൊന്നും ഇല്ല, ഇന്ന് ആളുകൾ മാറി. ഇപ്പൊ എന്റെ ഭാര്യ താലി ഇട്ടില്ല എന്ന് പറഞ്ഞോ എടി ഞാൻ മരിച്ചു കൂട്ടോ എന്ന് പറയില്ല, എന്റെ ആവശ്യമില്ല. ഓക്കെ ബീന, ഈ ഒരു അതായത് ഇങ്ങനെ കുറെ ഒരു 10-15 വർഷമൊക്കെ പോയി കഴിഞ്ഞാലേ ഈ ഒരു രോഗം പടരും. ഇത് ചെറിയൊരു അസുഖം കൂടാണല്ലോ. സോഷ്യൽ ഒരു റിഫോർമേഷന്റെ ഭാഗമായിട്ടാണ് ഇവര് പറയുന്നത്. റിഫോർമേഷൻ ആവൂ എന്ന് നമുക്കറിയില്ല. സാറ് ഞങ്ങളിപ്പോ 23 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. വലിയ അത്ഭുതം. അതെ, അത്ഭുതം. ഞങ്ങള് ഒരു വർഷം 2 വർഷം ഒക്കെ പ്രൊഡിക്ട് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു. അതൊക്കെ പെട്ടെന്ന് തീർന്നു. പക്ഷെ എന്തോ ഇതുവരെ ആയി 23 വർഷം വരെ ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. പബ്ലിക്കായിട്ട് കുറെ പ്രാവശ്യം ഞങ്ങൾ പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഒന്നും പിരിഞ്ഞു പോയില്ല. ആഗ്രഹം ഉണ്ടെങ്കിലും കുറെ ഇഷ്ടം പോലെ. പക്ഷേ ആ കുട്ടിക്ക് എല്ലാ റൈറ്റ്സും ഉണ്ട് അതിനകത്ത്. കൃപ ഈ അഭിഭാഷകന്റെ വാദഗതിയോട് യോജിക്കുന്നുണ്ടോ? തീർച്ചയായും സാർ. കാരണം വെച്ചാല് നമ്മൾ അറേഞ്ച്ഡ് മാരേജ് തന്നെയായിരുന്നു. പക്ഷെ നമ്മള് കല്യാണം കഴിഞ്ഞിട്ടും കുറച്ച് നാള് കൺവെൻഷനാലിറ്റിയിൽ മുന്നോട്ട് വന്ന ആൾക്കാരാണ്. അതിന്റെ ഡ്രോബാക്സ് മനസ്സിലാക്കിയിട്ട് തിരുത്തി നമ്മുടെ സ്വന്തം ഐഡന്റിറ്റിയിൽ മുന്നോട്ട് വന്നപ്പോഴാണ് നമ്മുടെ ലൈഫ് സക്സസ് ആയത്. എനിക്കും ഈ മാരേജ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷനോട് ഞാൻ പറഞ്ഞില്ല, ഒരു കൺവെൻഷൻ എന്ന രീതിയിലാണ് ഞാൻ എതിർക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ അതിന്റെ ഒരു ഐഡന്റിറ്റി കീപ്പ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതൊരു നല്ലൊരു ഇമോഷണൽ ബോണ്ടിങ്, ആ സെൻസ് ഓഫ് യൂണിയൻ എന്തായാലും തീർച്ചയായും വേണം തന്നെയാണ് ഞാൻ പറയുന്നത്. കല്യാണത്തിനൊരു ലീഗൽ ഫൗണ്ടേഷൻ എന്നുള്ള ഈ അഭിഭാഷകന്റെ ഒരു ചിന്താഗതി ഉണ്ടല്ലോ, അതിന് അടിവര ഇടുന്നുണ്ടോ താങ്കൾ? ചിൽഡ്രന് വേണ്ടിയിട്ട് ശരിക്കും അതിനൊരു അടിവര ഇടുന്നതിൽ തർക്കമില്ല. കാരണം കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സ്റ്റെബിലിറ്റി നമുക്ക് അത് കൊടുക്കാം. പക്ഷേ തീർച്ചയായും അവിടെ ഒരു പേഴ്സണൽ റെസ്പെക്റ്റോ അവിടെ ഒരു ഇത് കട്ട് ആവുകയാണെങ്കിൽ അതൊരു സഫറിങ് തന്നെയാണ്. അല്ല, ആ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ കൃപ ഇത് പറഞ്ഞപ്പോ, അപ്പൊ ഈ കുട്ടികളുടെ കാര്യം വരുമ്പോൾ അതിനൊരു ലീഗാലിറ്റി ഉണ്ടാവുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങളിപ്പോ ഈ കാര്യങ്ങൾ തിരിച്ചറിവ് വന്ന സ്ഥിതിക്ക് കൺവെൻഷനായി വിവാഹിതരായ നിങ്ങള് ഇനിയിപ്പോ ആ കൺവെൻഷൻസ് ഒക്കെ മാറ്റി വെച്ച് നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാം, ലിവിങ് ടുഗദർ ആകാൻ തയ്യാറാണോ? ഇതിന്റെ മറുപടി ഞാൻ നേരെ തിരിച്ചാ പറയുന്നത്. അതായത് രണ്ടുപേരും തമ്മിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കട്ടെ. ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞ ശേഷം ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മളിപ്പോ ഒരു പെണ്ണ് കാണാൻ വരുന്നു, ഒരു കൺവെൻഷൻ മാരേജിനെ കുറിച്ച് പറയും. പെണ്ണ് കാണാൻ വരുന്നു, ഈ പറഞ്ഞ പോലെ കാരണന്മാരെന്ന് പറയും, വയസ്സായ ആളുകൾ തമ്മിൽ നിശ്ചയിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാം ഓക്കെ ആയതിനു ശേഷം ജാതകം നോക്കുന്നു, എല്ലാം ഓക്കെ ആയതിനു ശേഷം ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പൊ നമ്മള് ഒരു ആളെ പുതിയൊരാളെ പരിചയപ്പെടുമ്പോൾ നമ്മളെ പോസിറ്റീവ് സൈഡ്സ് മാത്രമേ നമ്മൾ കാണിക്കുള്ളൂ. ആരായാലും നാച്ചുറലി അങ്ങനെ തന്നെയാണ്. പക്ഷെ ഒരു 24 hours അല്ലെങ്കിൽ പറയുന്ന പോലെ 1 week, 1 month, 1 year ഒക്കെ ഒരുമിച്ച് ഇരിക്കുമ്പോൾ നെഗറ്റീവ്സും പോസിറ്റീവ്സും മനസ്സിലാവും. ഇങ്ങനെല്ലാം മനസ്സിലായി കഴിഞ്ഞതിന് ശേഷം രണ്ടുപേർക്ക് ഒരുമിച്ച് പോകാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ കുറച്ചാൽ ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം ഒരു വിവാഹമാവാം. ഇനി രണ്ടാം സംഭവം, ഈ കോടതികളിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന കേസുകൾ ഡിവോഴ്സ് കേസുകളല്ല, GOP എന്ന് പറയും. അതായത് ഗാർഡിയൻഷിപ്പ് OP. കുട്ടികളെ സംബന്ധിച്ചുള്ള തർക്കങ്ങളാണ്. ഇതിനകത്ത് പലപ്പോഴും എന്താ വെച്ചാൽ ഒരു ബേസും ഇല്ലാതെ ബാഹ്യമായ കാര്യങ്ങൾ മാത്രം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു വന്ന്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൺവെൻഷനായിട്ട് വന്ന് പെട്ടെന്ന് കുട്ടികളാവുന്നു. അതിനുശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇവർക്ക് രണ്ട് ഓപ്ഷനാണ്. ഒന്നുകൂടെ കുട്ടിയുടെ ഭാവി നോക്കിയിട്ട് നല്ല ഹാപ്പിയാന്ന് അഭിനയിച്ച് മുന്നോട്ട് പോകാം, അല്ല അന്നുകൂടെ ഡിവോഴ്സ് ചെയ്യാം. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെ തർക്കങ്ങളും കാര്യങ്ങളൊക്കെ വരും. ഇതിനകത്ത് എന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ആദ്യം കുറെ കാലം ലിവിങ് ടുഗദർ ആയിട്ട് ജീവിക്കുക. ജീവിച്ച് കഴിഞ്ഞതിന് ശേഷം മാരേജ് കഴിക്കാം. മാരേജ് കഴിഞ്ഞാൽ പോലും മാരേജ് പെണ്ണിന് പോവാം. പെണ്ണ് സാർ ഇപ്പൊ എന്താ അറിയോ, പണ്ട് പറയാം ആണ് തട്ടി തൂത്തിട്ട് പോകുന്നു, ഇന്ന് പെണ്ണ് തട്ടി തൂത്തിട്ട് പോവാം. വർഷങ്ങള് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആണ് വർഷങ്ങളോളം ജയിലിൽ കിടക്കും. അതൊക്കെ കോൺസെപ്റ്റിനല്ല അതിനകത്ത് കുഴപ്പം. നമ്മളൊരു വിവാഹം കഴിക്കുമ്പോൾ ആലോചിച്ച് തീരുമാനം എടുത്ത് കഴിച്ചാലും ചിലപ്പോ ആ വിവാഹം തകരാം. ഇപ്പൊ എന്റെ പേഴ്സണൽ കാര്യം ഞാൻ പറയാം, ഇപ്പൊ പരസ്യമായിട്ട് പറയാ, ഞാൻ ആദ്യം കഴിച്ച വിവാഹത്തിൽ നിന്ന് ഞാൻ പുറത്ത് കിടക്കേണ്ടി വന്നു. എനിക്കത് ശരിയല്ലാന്ന് തോന്നി. ആ വ്യക്തിയെ ഞാൻ കുറ്റം പറയല്ല.
ഞങ്ങൾക്ക് യോജിച്ച് പോകാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോ ഒഫീഷ്യലായി കല്യാണം കഴിച്ച് ഞാൻ അതിന്ന് ഡിവോഴ്സ് ചെയ്ത് പുറത്തു വന്നു. അതിനർത്ഥം ഇത് കണ്ടിട്ട് ഇനി ഒരിക്കലും ഞാൻ വിവാഹം വേണ്ടാന്ന് വെക്കല്ല ചെയ്തേ. ഞാൻ വീണ്ടും കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ഇപ്പൊ 24 വർഷമായിട്ട് ജീവിക്കുന്നു. അപ്പൊ വിവാഹത്തിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് അതിൽ വിഷയം. വിവാഹത്തെ എങ്ങനെ മെച്ചമാക്കാം, ഗൈഡ്ലൈൻസ് മാറ്റിയാൽ സാർ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, ഇപ്പൊ രണ്ടുപേര് തമ്മിൽ ഇഷ്ടമാണ്, അവർ ലിവിങ് ടുഗെദർ കുറച്ച് നാൾ ജീവിക്കുന്നു, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പാറ്റബിൾ ആണോ എന്ന് അറിഞ്ഞിട്ട് പിന്നീട് വിവാഹം കഴിക്കണം. അപ്പൊ അവർ കോമ്പാറ്റബിൾ ആണ് എന്നൊരു തോന്നൽ വരുന്ന സമയത്ത് ഇവർക്ക് കുട്ടികൾ, ഐം സോറി ഞാൻ വീണ്ടും കുട്ടികളിലേക്ക് തന്നെ വരികയാണ്, കാരണം അതൊരു വലിയ ഘടകം തന്നെയാണ് നാളെയുടെ തലമുറ എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾ ഉണ്ടാവുകയാണ്, ഇത് കഴിഞ്ഞിട്ടാണ് ഇവർക്ക് മനസ്സിലാവുന്നത് അയ്യോ ഇത് തെറ്റിപ്പോയി എന്ന് മനസ്സിലാവുന്നത്. അപ്പൊ എന്ത് ചെയ്യും? മാരേജിലേക്ക് എത്തിയിട്ടില്ല, ലിവിങ് ടുഗെദർ ആണ്, എന്താ ചെയ്യാ? പുറത്തിറങ്ങി കോ പാരന്റ് ചെയ്യുന്ന എത്രയോ ആളുകൾ ഇവിടെ ഉണ്ട്. കോ പാരന്റ് ചെയ്യുന്നത് അഡൾട്ട്സിന് നല്ലതാണ്. പ്രശ്നം എന്താണെന്നറിയോ? സിനിമ ഇൻഡസ്ട്രിയിൽ വരേണ്ടല്ലോ, നമുക്ക് അറിയുന്ന ആളുകൾ കോ പാരന്റ് ചെയ്യുന്ന വളരെ സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുന്ന ആളുകള്. പക്ഷെ അത് വളരെ എക്സെപ്ഷൻസ് അല്ലേ? മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ പാർട്ട്ണറെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നില്ല, അതാണ് അതിന്റെ പ്രശ്നം. അതായത് ഒരാള് വിവാഹം കഴിക്കുന്നത് അവരുടെ 20കളിലൊക്കെ ആയിരിക്കും, പക്ഷെ 20 മാറി 30-ലെത്തുന്നു, 30-ൽ 40-ലേക്ക് എത്തുന്നു. അപ്പോഴും ഈ സ്ത്രീയും പുരുഷനും മാറിക്കൊണ്ടേയിരിക്കുക. പാർട്ട്നേഴ്സിൽ ഈവൻ അവരുടെ സ്കിന്നിൽ വരെ ചേഞ്ചസ് ഉണ്ടാവും, ഫിസിക്കലി, മെന്റലി, ഇമോഷണലി കംപ്ലീറ്റ് ചേഞ്ചസ് ആയിരിക്കും. ആ മാറ്റങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുന്നില്ല, അതാണ് പ്രശ്നം. എനിക്കൊരു സംശയം, താങ്കൾ യഥാർത്ഥത്തിൽ ഒരു ടെസ്റ്റ് കേസിൽ ആദ്യത്തെ 6 മാസം പോകണമെന്നുള്ള ഇതിലാണ് പറഞ്ഞത്. അതായത് രണ്ടുപേരും തമ്മിൽ ലോഹിയായി ഒരു 6 മാസം ടെസ്റ്റ് ചെയ്തു. അപ്പൊ ആ ടെസ്റ്റ് ചെയ്തതിനിടയിൽ ഒരു കുഞ്ഞുണ്ടായി പോയി. ഈ കുഞ്ഞിനെ ആര് നോക്കും? അത് വളരെ പ്ലാൻഡ് ആയിട്ട് അല്ല, അതൊരു ഇഷ്യൂ ആണല്ലോ. അപ്പോൾ ഇവർ സംസാരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമ്മുടെ ബീനാന്റണിന്റെ ഒക്കെ അഭിപ്രായം ഞാൻ പറഞ്ഞ അഭിപ്രായം തന്നെയാണ്. നമ്മുടെ പാരന്റ്സും എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന ഒരു നല്ല സാധാ മാരേജിനെ കുറിച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഈ ബീനാന്റണി, ആ ചേച്ചി. അപ്പൊ ആ ചേച്ചി പറയുന്നതിൽ ആ ചേച്ചിയുടെ അഭിപ്രായം പറഞ്ഞു. കാരണം ആ ചേച്ചിക്ക് ഇഷ്ടം സാധാ വിവാഹത്തിനോടാണ്. കാരണം എത്ര വർഷം പറയുന്നുണ്ട്, അത്ര വർഷം അവര് നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. അവരെ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ അവർ ഒരുപാട് പേര് ഡിവോഴ്സും കാര്യങ്ങളൊക്കെ വെറുതെ വ്യാജ വാർത്തയൊക്കെ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അവരിപ്പോഴും നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. അവർക്കൊരു മോനാണ്. അപ്പോൾ ഇത്രയും വർഷമായിട്ട് അവർ നല്ല രീതിയിലും അവരെ പരസ്പരം മനസ്സിലാക്കി ജീവിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു ചേച്ചിയുടെ അഭിപ്രായത്തിലൂടെ എനിക്ക് നല്ല യോജിപ്പ് തന്നെയാണ്. പിന്നെ ഇവിടെ ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല കേട്ടോ. കാരണം ലിവിങ് ടുഗദറായിട്ട് ജീവിക്കുന്ന ആൾക്കാരും സാധാ ആൾക്കാരും മനുഷ്യർ തന്നെയല്ലേ, എങ്ങനെ ജീവിച്ചാലും. അതായത് ഇപ്പൊ സാധാരണ ഞാനൊരു കാര്യം പറയാം, സാധാരണ മാരേജ് അത്ര നല്ലതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, മനസ്സിലായോ? എല്ലാവർക്കും സാധാ മാരേജിനോട് താല്പര്യം കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ എന്റെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഫാമിലി എല്ലാവരും ഒത്തുചേർന്ന് കല്യാണം കഴിക്കുന്ന ആ ഒരു സുഖം വേറെ ഒന്നിനും കിട്ടില്ല. അതൊക്കെ ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പക്ഷെ സാധാ കല്യാണം കഴിച്ച് നമ്മുടെ പാരന്റ്സും നമ്മുടെ എല്ലാവരും ഒത്തുചേർന്ന് നല്ല രീതിയിൽ കല്യാണം കഴിച്ച് അച്ഛനും മറ്റുള്ള ഒരാളിലേക്ക് ഒരു പെണ്ണിനെ ഏൽപ്പിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരുപാട് പേര് ആ കല്യാണം കഴിച്ച് ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും അത് പൂർണ്ണമായിട്ട് നല്ലതാണെന്ന് പറയുന്നില്ല കേട്ടോ. കാരണം നമ്മുടെ എല്ലാവരുടെ ഇഷ്ടത്തിനും കല്യാണം കഴിച്ച ഒരുപാട് സ്ത്രീകൾ ഇപ്പോഴും മോശം സ്ഥിതി അനുഭവിക്കുന്നുണ്ട്. കാരണം അവർ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്. കാരണം അപ്പൊ നമ്മൾ ഒരിക്കലും അതിനെ പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ ആണെന്ന് പറയാൻ കഴിയില്ല കേട്ടോ. കാരണം എത്രയോ സ്വർണവും കാര്യങ്ങളൊക്കെ കൊടുത്ത് കല്യാണം കഴിച്ച് വിട്ടിട്ട് അവർക്ക് ഇനിയും പിന്നെ ആർത്തി കൊണ്ട്, അതായത് കുടുംബ ബന്ധങ്ങൾക്ക് വരെ അല്ലാത്തൊരു ആൾക്കാരുമാണ്. അപ്പൊ ഇതും വലിയ ഇതല്ലാന്നാണ് എന്റെ അഭിപ്രായം കേട്ടോ. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. എനിക്ക് ഈ 2 മാരേജിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കംഫർട്ടബിളും നല്ല രീതിയിൽ കഴിക്കുന്ന മാരേജാണ്. പക്ഷേ ഇങ്ങനെ കഴിച്ച മാരേജിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ദുരവസ്ഥ അനുഭവിക്കുന്നുണ്ട്. കാരണം ഏത് കല്യാണം കഴിച്ചാലും ഇപ്പൊ ഞാൻ ഒരിക്കലും പക്ഷെ ലിവിങ് ടുഗദറിനോട് കുറ്റം പറയുന്നില്ല കേട്ടോ. നമ്മള് ചിലപ്പോ എല്ലാവർക്കും കല്യാണം കഴിക്കാനുള്ള സാഹചര്യം ആയിരിക്കണം എന്നില്ല. ചിലവരുണ്ട്, അതായത് കല്യാണം ഒന്നും കഴിക്കാതെ ആരുടെ കൂടെ വേണമെങ്കിൽ ലിവിങ് ടുഗദർ ആയിട്ട് ജീവിക്കുന്ന ആ ഒരു ഇതിനോട് എനിക്ക് താല്പര്യമില്ല കേട്ടോ. അത് മോശം അഭിപ്രായം തന്നെയാണ് എന്റെ അഭിപ്രായം. ഗൈസ്, ഞാൻ പറയുന്ന ഇതുണ്ടല്ലോ, അതായത് ഒരുപാട് പേര്, 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല, അങ്ങനെ കുറെ ആൾക്കാരുടെ കൂടെ ആരുടെ കൂടെ വേണമെങ്കിലും ലിവിങ് ടുഗദർ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ.
ഞാൻ പറയുന്നത് ഒരു കുറച്ച് ആൾക്കാരുണ്ട്, അതായത് നമ്മുടെ കല്യാണം കഴിക്കാൻ സാഹചര്യം ഇല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, ലിവിങ് ടുഗദർ ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അവരൊക്കെ മനസ്സിലാക്കി ജീവിക്കുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും. ഞാനൊരു കാര്യം പറയാം, അറേഞ്ച് മാരേജ് ആയാലും ലിവിങ് ടുഗദർ ആയാലും രണ്ടും ഒരു കണക്കിന് ഒന്ന് തന്നെയാണ്. അവിടെ ഫാമിലി സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവിടെ രണ്ടുപേര് മാത്രം, ഈ പാർട്ട്നേഴ്സ് മാത്രം മാരേജ് 100% നല്ലതാണെന്നും ഞാൻ പറയുന്നില്ലുണ്ട്. കാരണം അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ അത് പാരന്റ്സ് കാരണം അത് വലിച്ച് വലിയതാക്കി അവരെ വിവാഹമോചനത്തിന് വരെ എത്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തായാലും ലിവിങ് ടുഗദർ തന്നെയാണ് നല്ലതെന്നാണ് കേട്ടോ. കാരണം നമ്മുടെ ഫാമിലീസ് വെറുതെ ഓരോ കച്ചറയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത സാധാ മാരേജിനുണ്ട്. പിന്നെ പിന്നൊരു കാര്യം, അറേഞ്ച് മാരേജ് ആയാലും ലിവിങ് ടുഗദർ ആയാലും രണ്ട് പാർട്ട്നേഴ്സ്, അതായത് ഇപ്പോ ഭാര്യയും ഭർത്താവാണെന്ന് പറയും കല്യാണം കഴിഞ്ഞാലും, ലിവിങ് ടുഗദർ ആണെങ്കിൽ പറയും ആ ഒരു പാർട്ട്നേഴ്സ് ആണെന്ന്. ഏതും ആയിക്കോട്ടെ, കല്യാണം കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവും അല്ലെങ്കിൽ ലിവിങ് ടുഗദർ നയിക്കുന്ന ഒരു ആണും പെണ്ണും പാർട്ട്നേഴ്സ് ആയിക്കോട്ടെ, എന്തായാലും അവര് നയിക്കുന്ന ജീവിതം സെയിം തന്നെ ആയിരിക്കും. ഏത് കല്യാണം കഴിച്ചാലും ഒരാണും പെണ്ണും കല്യാണം കഴിക്കുമ്പോൾ അത് പരസ്പരം അറിഞ്ഞു വേണം ജീവിക്കാൻ. അതായത് സാധാ കല്യാണം കഴിച്ചാലും ലിവിങ് ടുഗദർ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർക്കും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ. അപ്പം ഇവിടെ സാധാ കല്യാണം കഴിഞ്ഞാലും ലിവിങ് ടുഗദർ നയിച്ചാലും രണ്ടാൾക്കാരും, അതായത് ഒരാണും പെണ്ണും ആയിരിക്കുമല്ലോ. അപ്പൊ അവിടെ മനസ്സിലാക്കുന്ന കുറച്ച് ആൾക്കാർ പരസ്പരം മനസ്സിലാക്കിയാലും ജീവിതം മുന്നോട്ട് പോകുള്ളൂ കേട്ടോ. സാധാ കല്യാണം കഴിച്ചാലും ലിവിങ് ടുഗദർ ആയാലും നമ്മൾ പരസ്പരം മനസ്സിലാക്കാതെ മുന്നോട്ട് പോയാൽ അഫ്കോഴ്സ് അവിടെ എന്തായാലും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അത് ഇനി ഏത് സാഹചര്യം ആയിക്കോട്ടെ, നമ്മുടെ പാരന്റ്സ് അറിയാം. അതായത് ചില ലിവിങ് ടുഗദർ ഉണ്ടല്ലോ. പിന്നെ ഈ ലിവിങ് ടുഗദർ എന്നൊക്കെ പറയുമ്പോൾ അതിൽ നല്ലതുണ്ട്, നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന പാർട്ട്നേഴ്സ്, അതായത് ചിലപ്പോൾ കാസ്റ്റുകൾ വേറെ ആയിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. അവരല്ലാതെ ഞാൻ പറഞ്ഞത്, അതായത് ഒരു ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അത് കൂടാതെ വേറെ ഇതിന് അവരുടെ സൂക്കേട് മാത്രം മാറ്റാൻ വേണ്ടി പോകുന്ന കുറച്ച് ടീംസ് ഉണ്ട്. അപ്പൊ അവര് ലിവിങ് ടുഗദർ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരായിരിക്കും. അതിനോടൊന്നും ഒട്ടും യോജിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ ഫാമിലിനൊക്കെ എതിർത്ത് മോശമായിട്ട് പോകുന്ന ആൾക്കാർ. അപ്പൊ അതൊക്കെ ഈ ഒരു ലിവിങ് ടുഗദർ ആയിട്ട് ജീവിക്കുന്നതിൽ പെടുട്ടോ. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പൊ ഗൈസ്, ഞാൻ ഇവിടെ ആരെയും അടിച്ചേൽപ്പിച്ചു ഒന്നും പറയുന്നില്ല. ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്, ഞാൻ എന്റെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് സാധാ കല്യാണം കഴിച്ച് ഫാമിലിയൊക്കെ ആയിട്ട് മുന്നോട്ട് നയിക്കുന്ന ഒരു കല്യാണത്തിനോടാണ് എനിക്ക് യോജിപ്പ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അതിനോട് യോജിപ്പ് ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. അപ്പൊ ലിവിങ് ടുഗദർ നയിക്കുന്ന ആൾക്കാരെയും സാധാ കല്യാണം കഴിക്കുന്ന ആൾക്കാരെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല കേട്ടോ. കാരണം ഏത് കല്യാണം കഴിച്ചാലും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കില്ല. അതൊക്കെ ഏത് ജീവിതത്തിലും എങ്ങനെയാണെങ്കിലും അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. ഏത് ജീവിതത്തിലാണെങ്കിലും ഏത് ടൈപ്പ് കല്യാണം ജീവിതം നയിക്കുന്ന ആൾക്കാരാണെങ്കിലും അവിടെ പ്രശ്നങ്ങളും ഒരുപാട് വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അത് പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് നയിക്കുന്നവരായിരിക്കണം ഏതൊരു പാർട്ട്നേഴ്സും. അല്ലാതെ ഒരു പാർട്ട്നേഴ്സും ഇതാണ് പറഞ്ഞാണ്ട് വേറെ ഒന്നിനെ ചൂസ് ചെയ്യുക, പിന്നെ അത് മോശമാണ് പറഞ്ഞ് വേറെ ഒന്നിനെ ചൂസ് ചെയ്യാം, അതൊരിക്കലും ശരിയല്ല കേട്ടോ. അപ്പൊ ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്, എനിക്ക് സാധാരണ കല്യാണത്തിനോടാണ് താല്പര്യം കേട്ടോ. അപ്പൊ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം എന്താ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഏത് ടൈപ്പ് മാരേജിനോടാണ്, അതായത് സാധാ മാരേജിനോടാണോ അല്ലെങ്കിൽ ലിവിങ് ടുഗദർ എന്നുള്ള ഒരു സംഭവങ്ങളിൽ ആ ടൈപ്പിനോടാണോ താല്പര്യം എന്നൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ. ബൈ.